തൊട്ടടുത്ത ഐലൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നാണ്. അപ്പോൾ ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഹാർബർ എത്തിയിട്ടുണ്ട്. ഫെറി 7:35 എത്തുന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 7:25 കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം. നോക്കാം. സീ വളരെ കാമാണ്, ക്ലൈമറ്റും ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് അങ്ങ് ദൂരെയായിട്ട് 2 ലോഞ്ചസ് വരുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല, ദൂരെയായിട്ടാണ് വരുന്നത്. അങ്ങനെ പാസ് ചെയ്ത് പോവാണ്. അത് നമ്മുടെ ഐലൻഡിൽ വരുന്നുണ്ടോയെന്ന് അറിയില്ല. ഇല്ലല്ല, അത് വരാൻ ചാൻസ് ഇല്ല. അതങ്ങനെ പാസ് ചെയ്ത് പോവാണ് 2 എണ്ണം. ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ലോക്കൽസ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ 2 ഫ്രണ്ട്സാണ്, ജിത്തു സാറും ജോമോൻ സാറും. പിന്നെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു മിസ്സാണുള്ളത്. പിന്നെ ആൾക്കാർ സാധനങ്ങളൊക്കെ കൊടുത്തിടാൻ വേണ്ടിയിട്ട് ബോട്ട് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധനമൊക്കെ കൊടുത്തിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഇതാ ഫെറി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ലോ ആയിട്ടാണ് വരുന്നത്. സാധാരണ 7:20 7:30 വരുന്നതാണ്. ഇന്ന് കുറച്ചൊന്ന് ലേറ്റായി. അങ്ങനെ ഫെറി എത്തി. നമ്മുടെ ആ ഭാഗത്ത് തന്നെയാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഈ ഭാഗത്ത് ലോങ്ങിൽ നിർത്താറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നത്. കുഴപ്പങ്ങളൊന്നുമില്ല. ആൾക്കാർ കുറവാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇരുന്ന് യാത്ര ചെയ്യാം. അതുപോലെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഡെക്കിൽ മുകളിൽ കയറി നിൽക്കാം. സ്ലോ ആയിട്ട് വരുന്നുണ്ട്. ക്യാപ്റ്റനാണ്, നല്ല എക്സ്പീരിയൻസ് ആയ ക്യാപ്റ്റനാണ്. കുറേ വർഷങ്ങളായിട്ട് ഈ ബോട്ടിൽ തന്നെയാണ്, ഫെറി തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഐലൻഡിൽ നിന്ന് അങ്ങനെ എടുത്തു. നമ്മുടെ ഐലൻഡിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ തൊട്ടടുത്ത ഐലൻഡിൽ പോവാണ്. എല്ലാ ഐലൻഡും ടച്ച് ചെയ്തിട്ട് ആൾക്കാരെടുത്തിട്ടാണ് പോകുന്നത്. തൊട്ടടുത്തുള്ള ഐലൻഡിലേക്ക് എൻട്രി ആവുകയാണ്. ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലഗേജസൊക്കെ ഉണ്ടാവും. അതായത് തേങ്ങ, പിന്നെ ഇവിടെ ഐലൻഡിൽ കിട്ടുന്ന പച്ചക്കറികളൊക്കെ അവരുടെ ബന്ധുക്കൾക്കും അതേപോലെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തയക്കും. അത് ആൾക്കാർ വരുന്നുണ്ട്. ബോട്ട് വരുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ നിന്നൊക്കെ ഓരോരുത്തർ വരികയാണ്. ഇത് പിന്നെ ഫിഷിംഗ് ബോട്ടാണ്. ഇത് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്ന ഐലൻഡാണിത്. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നിറയെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹോസ്പിറ്റൽ ആവശ്യത്തിന്, അതേപോലെ ബാങ്ക്, പോലീസ് സ്റ്റേഷൻ, പിന്നെ പോസ്റ്റ് ഓഫീസ്, അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ ഇവർ കോണ്ടാക്ട് ചെയ്യുന്നത് വലിയൊരു ഐലൻഡിലാണ്. ആ ഐലൻഡിലാണ് ഫൈനലായിട്ട് ബോട്ട് പോയി നിൽക്കുന്നത്. ഉങ്കുഫാർ എന്ന് പറഞ്ഞ ഐലൻഡാണത്. അതുകൊണ്ട് മിക്കവാറും നിറയെ ആൾക്കാരുണ്ടാവും. പിന്നെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് മിക്കവാറും ഈ സ്കൂൾ കുട്ടികളൊക്കെ ഈ ദിവസങ്ങളാണ് വരുന്നത്. കാരണം ഇന്നിപ്പോൾ അവധിയാണല്ലോ. ഫ്രൈഡേ സാറ്റർഡേ ആണ് ഇവിടെ അവധി. വെള്ളി ശനിയാഴ്ചകളാണ് ഇവിടെ അവധി. അങ്ങനെ ഓരോരുത്തർ കയറുന്നുണ്ട്. നിറയെ ലഗേജസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ വെക്കാറുണ്ട്. പച്ചക്കറികളും തേങ്ങ, അതുപോലെ തന്നെ ഓരോ ഐറ്റംസൊക്കെ. പിന്നെ കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട് ഓണിപ്പടി പോലെയൊക്കെ അവർ വയ്ക്കുന്നുണ്ട്. ലഗേജസിന് പൈസ കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഐലൻഡിൽ നിന്നും വിട്ടു. ഈ ഐലൻഡിൽ നിന്ന് വിട്ടിട്ട് ഇനിയിപ്പോൾ അടുത്ത ഐലൻഡിൽ പോവാണ്. ഇവിടുന്ന് ആൾക്കാരെയൊക്കെ എടുത്തു. ഇത് ചെറിയൊരു ഐലൻഡാണ്, 400-500 പേരുള്ളത്. പിന്നെ ഇറങ്ങാനും കയറാനുള്ള സൗകര്യത്തിന് ഈ സ്റ്റെപ്പാണ് ഇവർ ഉപയോഗിക്കുന്നത്. കാരണം ലോ ടൈഡ് ആയതുകൊണ്ട് വെള്ളം താഴ്ന്ന് നിൽക്കുകയാണ്. അപ്പോൾ ബോട്ടിൽ കയറാൻ ബുദ്ധിമുട്ട്, ഇറങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും, ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ സ്റ്റെപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഫ്ലൈയിങ് ഫിഷാണ് പറക്കുന്നത്. ഇതാ പറന്നു പോകുന്നുണ്ട്. നമ്മളന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലൈയിങ് ഫിഷ് കരയ്ക്കടിയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഫ്ലൈയിങ് ഫിഷ് പറന്നു പോകുന്നത് കാണാൻ കഴിയും കേട്ടോ.
അതെനിക്ക് തോന്നുന്നത് വേറെ മീനുകൾ പിടിക്കാൻ വരുന്ന സമയത്ത് അവർ രക്ഷപ്പെടാൻ വേണ്ടി പറക്കാൻ തോന്നുന്നുണ്ട്. ഇതൊരു ഐലൻഡ്, ഇത് വേറെ തൊട്ടടുത്തുള്ള ഐലൻഡാണ്. രണ്ടും തമ്മിൽ വലിയ ദൂരങ്ങളൊന്നുമില്ല. പക്ഷേ പാലം ഇല്ലാത്തതുകൊണ്ട്, റോഡ് മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യണം. ഇതാ നിറയെ കൂട്ടായിട്ട് ഫ്ലൈയിങ് ഫിഷ് പറന്നു പോവാണ്. അവിടെ കാണാൻ കഴിയുമോ അറിയില്ല. അതാ ആ ഭാഗത്തൊക്കെ ഉണ്ട്, കൂട്ടായിട്ട് അങ്ങനെ പറക്കാണ്. ഇതാ കാണാൻ കഴിയും. കൂട്ടായിട്ട് പറക്കാണ്. അതാ പറക്കുന്നുണ്ട്. കൂട്ടായിട്ട് ഫ്ലൈയിങ് ഫിഷ് പറന്നു പോവാണ്. നല്ല ദൂരത്താണ് പോകുന്നത്. അയ്യോ, അതവിടെ കാണാൻ കഴിയും. ഇവിടെ പാലം ഇല്ലാത്തതുകൊണ്ട്, റോഡ് മാർഗ്ഗം യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ബോട്ടിൽ നിന്ന് തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. തൊട്ടടുത്തുള്ള ഐലൻഡ് സൂര്യൻ അങ്ങനെ പ്രകാശിച്ച് നിൽക്കുകയാണ്. അതായത് സീ കാമാണെങ്കിൽ, ശാന്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത്രയും രസകരമായിട്ടുള്ള യാത്ര വേറെ ഒന്നുമില്ല എന്ന് പറയാം. ബോട്ട് യാത്ര അത്രയും രസമാണ്. പക്ഷേ കടൽ പ്രക്ഷുബ്ധമായി കഴിഞ്ഞാൽ, റഫായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക്